എല്ലാവർക്കും പ്രിയാസ് തട്ടിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നല്ല അടിപൊളി മോരുകറിയാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ ആപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം നമുക്ക്. അതിന് വേണ്ടത് 2 ആപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കറി ഉണ്ടാക്കണതിൻ്റെ ആ സമയത്ത് മാത്രമേ ആപ്പിൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ കളർ മാറിപ്പോവും. അപ്പം തന്നെ വെള്ളത്തിലിടുക. എന്നിട്ട് ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നമുക്ക് ആദ്യം വേവിച്ച് വയ്ക്കാം. ഇത് വെറും 5 മിനിറ്റിനുള്ളിൽ ആവണ കറിയാണ്. നമ്മൾ ആപ്പിളൊക്കെ വേഗം വെന്ത് കിട്ടും. അപ്പോൾ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. ആ നേരം കൊണ്ട് 1 കപ്പ് നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, അത് ചെറിയ ജീരകം ഉണ്ടല്ലോ അത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 10 കറിവേപ്പില. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ട് കുറയ്ക്കുകയോ ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ അരച്ചെടുക്കണ നേരം കൊണ്ട് തന്നെ നമ്മൾ ആപ്പിൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വേഗം വെന്ത് കിട്ടും ആപ്പിൾ. അപ്പോൾ നമുക്കിനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് തിളച്ച് വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് 1 മിനിറ്റ് കൊണ്ട് അത് നന്നായിട്ട് തിളച്ച് വരും. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതും കൂടി ഇളക്കി കൊടുക്കുക. എന്നിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയേ വേണ്ടൂ. ഇനി അത് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ തൈരും കൂടി ചേർത്ത് വരുമ്പോഴേക്കും അത്യാവശ്യത്തിനുള്ള നമുക്ക് അതിനാവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ 1 കപ്പല്ല 3/4 കപ്പ് തൈരാണ് ഞാനിവിടെ അടിച്ചെടുക്കണത്. അങ്ങനെ 3/4 കപ്പ് തൈര് അടിച്ചെടുത്തിട്ട് ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരമായി. തീ ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം തൈര് ഒഴിക്കുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ എപ്പോഴും മോരുകറി ഉണ്ടാക്കുമ്പോൾ ഞാൻ അവസാനമാണ് തൈര് ചേർക്കുന്നത്. ആ ഒരു ചൂടിൽ തൈരിന് ഉള്ള വേവ് അതിലായിക്കോളും. ഇപ്പോൾ ഇതേ ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. ഇത്രയും സിമ്പിളാണ്, ഭയങ്കര ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ 2 വറ്റൽമുളക് പൊട്ടിച്ചത്, കുറച്ച് കറിവേപ്പില, അതും കൂടി ഇട്ടിട്ട് നമുക്ക് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സൂപ്പറായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയല്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഓണം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.